ലാൽകുമാർ അങ്ങ് അറിയപ്പെടുന്ന ഒരു അഭിഭാഷകൻ കൂടിയാണ്. അതിനൊന്നും മറുപടി കൊടുക്കൂ പ്ലീസ്. ഈ മാപ്പുസാക്ഷിയൊക്കെ എങ്ങനെയാണ് അനുകൂലമായി ബി ജെ പിക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു മറുപടി. ഈ കേസിൽ തന്നെ ഈ അപ്രൂവർക്ക് ആദ്യം ഇങ്ങനത്തെ അഭിപ്രായം ഇല്ലായിരുന്നു. പിന്നീടാണ് അങ്ങനത്തെ ഒരാളായി മാറുന്നത്. നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ ലക്ഷ്യം ഒരാളെ ചുമ്മാതെ പിടിച്ച് ജയിലിടുക അല്ലെങ്കിൽ ശിക്ഷിക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് എക്സിക്യൂട്ടീവിന് വേണ്ട കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് നിയമത്തെ നിങ്ങൾ ദുർവ്യാഖ്യാനം നടത്തി ഒരു കാര്യം നടത്തിയെടുക്കുക എന്നുള്ളതല്ല അപ്രൂവർ കൊണ്ട് എവിഡൻസ് ആക്ട് പറയുന്നത്. ഒരാളെ അപ്രൂവറാക്കുന്നത് കൊണ്ട് നീതി നടപ്പാകുമെങ്കിൽ, ഒരു കുറ്റം ശിക്ഷിക്കപ്പെടുമെങ്കിൽ അതിലേക്ക് എത്താനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. നിങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കേജ്രിവാളിനെ അകത്താക്കണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് കാണിക്കുന്ന തോന്നിവാസത്തിനല്ല ഈ അപ്രൂവറിൻ്റെ പ്രൊവിഷൻ വെച്ചിരിക്കുന്നത്. അതാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ നോക്കൂ, ഇ ഡി പോകുന്നു, ഇ ഡിക്ക് ഇവർ പൈസ കൊടുക്കുന്നു, അത് കഴിഞ്ഞ് ഇവർക്ക് ഇ ഡിയുടെ കേസ് ഡ്രോപ്പ് ചെയ്യുന്നു, ഇവർ ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് അവർക്ക് മറുപടിയില്ല. ശ്രദ്ധിച്ചോ? അത് അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ പറയുക എന്നുള്ളതല്ലാതെ ദേ ഡോണ്ട് ഹാവ് എ സോളിഡ് ആൻസർ. നമ്മൾ ആവശ്യപ്പെടുന്ന സോളിഡ് ആൻസറാണ്. ഈ പറയുന്ന നാട്ടിൽ നടന്നിരിക്കുന്ന ഒന്നും വേണ്ട, കൂടുതലൊന്നും വേണ്ട. സുപ്രീം കോടതിയിൽ ഈ പേര് പുറത്തു വിടാതിരിക്കാനായിട്ട് ഇവരുടെ കൂട്ടത്തിലുള്ളവർ കളിച്ച കളി നമ്മൾ കണ്ടതല്ലേ? ഏതാ ഇപ്പം ഹരീഷ് സാൽവെ വാദിച്ചത് അവിടെ വിടട്ടെ, സോളിസിറ്റർ ജനറൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പുറത്തു വരുന്നതിൽ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അതിനകത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം ആ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ ഞാൻ കോൺഗ്രസിനെ പ്രിജുഡൈസ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് എങ്കിലും അതിൽ കൂടുതൽ ബി ജെ പിയെ പ്രിജുഡൈസ് ചെയ്യേണ്ട കാര്യമുണ്ട്. കാര്യം എന്താ വെച്ചാൽ, അവരുടെ ഭാഗത്ത് നിന്ന്, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പല പ്രോജക്റ്റുകൾ ഇവർക്ക് കൊടുത്തിരിക്കുന്നു ഈ ബോണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ. അതൊരു പ്രശ്നമാണ്, അത് കറപ്ഷനാണ്. എന്താ ഈ പി എം എൽ എ വഴി ഇവരെ ഒന്നും പിടിക്കാത്തത്? അത് പിടിക്കണ്ടേ? ഇലക്ട്രൽ ബോണ്ടിനനുസരിച്ച് മണി മിസ്അപ്രോപ്രിയേഷൻ അല്ലേ നടത്തുന്നത്, മണി ലോണ്ടറിങ് അല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെ പുറകെ പോകണ്ടേ? പോകത്തില്ല. കാര്യം ഇന്ത്യ മഹാരാജ്യത്ത് 140 കോടി ജനം ജീവിക്കുന്ന മഹാരാജ്യത്ത് ഒരു ബി ജെ പി നേതാവ് പോലും മോശമില്ലാത്ത ഒരാളാണ്, എല്ലാം നല്ല ആളാണ്. അപ്പുറത്തൊരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തി ഏതെങ്കിലും ഒരു മോശം കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോശം കാര്യത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞ് ഇവരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇപ്പുറത്ത് വന്നാലും അയാൾ പുണ്യാളനായി. ഇത് നമ്മൾ കാണുന്നതാ അല്ലേ? കാണുന്നതല്ലേ? അല്ലാതെ എന്താ ഇവിടെ സംഭവിക്കുന്നത്? പിന്നെ ഒരു കാര്യം, ഞാൻ എൻ്റെ സ്ട്രെച്ചിലേക്ക് വന്നുകൊണ്ട് ഞാൻ പറയാം. ഞാനിവിടെ റോണി കെ ബേബിയോട് ഞാനൊരു കാര്യം കേസ് ദാറ്റ് ഷുക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് റെഫർ ചെയ്ത് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്ത് ഞാൻ പറഞ്ഞൊന്നുമല്ല. ഞാൻ എൻ്റെ പ്രൂഫ് പറയാനായിട്ട് ഈ നാട്ടിൽ നടന്നിരിക്കുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട മോശമായ ഇടപെടലിനെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ എൻ്റെ പ്രൂഫ് മുന്നോട്ട് വെച്ചതാണ്. ഞാൻ അഡ്വൈസ് ചെയ്തതല്ല. ഐ എം നോട്ട് അഡ്വൈസിങ് യു ടു റീഡ് ഇറ്റ്, ഐ എം റെക്കമെൻഡിങ് യു ടു റീഡ് ഇറ്റ്. യു ക്യാൻ റീഡ് ഇറ്റ് ഓർ നോട്ട്, ദാറ്റ് ഈസ് യുവർ ചോയ്സ്. ഞാനത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പം പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ പറഞ്ഞ സത്യത്തിൽ നിന്ന് ഞാൻ പുറത്തു പോകുന്നില്ല. കാര്യം അത് നിങ്ങൾ എന്ത് തിരിച്ചു മറുപടി ആരോപണം നടത്തിയാലും ഈ രാജ്യത്ത്, ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന രാജ്നാരായൺ കേസിലേക്കൊന്നും പോകണ്ട. ഞാൻ 2013 കാര്യം പറഞ്ഞു. അത് മാത്രമല്ല, ഇപ്പം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തുകൊണ്ട് പണം വാങ്ങിക്കുന്നു, ആ വാങ്ങിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ് അതിന് നിയമപ്രകാരം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്ന്. ആ നിയമപ്രകാരം ഉള്ളതുകൊണ്ടാണ് വാങ്ങിക്കുന്നതെന്ന് പറയുന്നതിന് കൂട്ടത്തിൽ നിങ്ങൾ പറയുന്നത് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് അല്ലേ? ഇത് വാങ്ങിക്കാതെ തന്നെ ഇതിനെതിരെ നിയമയുദ്ധം നടത്താനും അതിനെ ഡിഫീറ്റ് ചെയ്യാനും പറ്റത്തില്ലായിരുന്നോ? പറ്റുമായിരുന്നു. അപ്പം നിങ്ങൾക്കും ഇപ്പം ഞാൻ വളരെ ഒരു ഫിക്ടീഷ്യസ് ആയിട്ടൊരു കേസ് പറയാം. ഫിക്ടീഷ്യസ് ആയിട്ടൊരു കേസ്, കോൺഗ്രസിനായിരുന്നു ഏറ്റവും പണം കൂടുതൽ കിട്ടിയിരുന്നിരിക്കട്ടെ ഈ ഇലക്ട്രൽ ബോണ്ടിൽ. ഈ അഭിപ്രായം കോൺഗ്രസ് പറയുമോ? കോൺഗ്രസ് പറയത്തില്ലെന്നാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് പറയത്തില്ല. അപ്പം കുഴപ്പം എന്നാന്ന് വെച്ചാൽ, കോൺഗ്രസിന് അനുകൂലമായ ഏതെങ്കിലും ഒരു കാര്യം വന്നാൽ കോൺഗ്രസ് അതിൻ്റെ കൂടെ നിൽക്കും. ഞാനത് എന്ത് പറയാൻ കാര്യം, അവസരവാദത്തിൻ്റെ രാഷ്ട്രീയം കോൺഗ്രസിനുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇ ഡിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കർണാടകത്തിലെ നേതാവിൻ്റെ പുറകെ ഇ ഡി പോയാൽ ഇ ഡി അപ്പം മോശമായി. അതിൻ്റെ കൂട്ടത്തിൽ സതീശിനെ, പിണറായി വിജയനെ പിടിച്ചോണ്ട് പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, പിടിച്ചോണ്ട് പൊക്കോട്ടെ. ഈ പറയുന്ന ഇരട്ടത്താപ്പാണ് കോൺഗ്രസിനെ ഈ നാശക്കൊള്ളിയിലേക്ക് എത്തിച്ചത്. ഈ രാജ്യത്തെ പോലും ഇങ്ങനെ എത്തിച്ചതിൽ കോൺഗ്രസിൻ്റെ പങ്ക് ചെറുതൊന്നുമല്ല. അപ്പോൾ താങ്കളെ ഞാൻ ഇതായിട്ട് പറഞ്ഞതല്ല, എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായത്തിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എൻ്റെ എവിഡൻസ് ഞാൻ മുന്നോട്ട് വെച്ചതാണ്. യു ക്യാൻ അക്സെപ്റ്റ് ഇറ്റ് ഓർ റിജക്റ്റ് ഇറ്റ്.